യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയുടെ തലസ്ഥാനം റോമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യം. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന രാജ്യം. കത്തോലിക്ക സഭയുടെ ആസ്ഥാന കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം. എല്ലാവർക്കും മാളു മിന്നു വ്ലോഗ്സിന്റെ വത്തിക്കാൻ സിറ്റി വ്ലോഗിലോട്ട് സ്വാഗതം. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലോട്ടുള്ള ഒരു വഴിയാണിത്. ഇതിന്റെ മെയിൻ കവാടം മറ്റൊരു സ്ഥലത്താണ്. പണ്ട് പാപ്പന്മാർ താമസിച്ചുകൊണ്ടിരുന്ന ഈ കെട്ടിടത്തിലാണ്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പാലസാണ്. ഇവിടെയാണ് പോപ്പ് താമസിക്കുന്നത്. 1000-ലധികം മുറികളുണ്ട് ഈ പാലസിൽ. ഈ കാണുന്ന ജനലിലെ പോപ്പ് എല്ലാ ഞായറാഴ്ചയും വന്ന് ജനങ്ങളെ ആശീർവദിക്കും. ലൈബ്രറികൾ, ചെറിയ ചാപ്പലുകൾ, സഭയുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ, രാഷ്ട്രീയത്തിൻ്റെ കാര്യാലയങ്ങൾ, പിന്നെ മ്യൂസിയംസ് എന്നിവയെല്ലാം ഉണ്ട് ഈ കൊട്ടാരത്തിൽ. ഇതാണ് സെന്റ് ഉർബൻ യൂണിവേഴ്സിറ്റി. നീരോ ചക്രവർത്തി ഒത്തിരി പേരുടെ തല വെട്ടിയ സ്ഥലമാണിത്. ഇതാണ് വത്തിക്കാൻ സ്ക്വയർ. എല്ലാ ബുധനാഴ്ച ഇവിടെ തിരക്കാണ്. കാരണം അന്നാണ് പോപ്പ് ജനങ്ങളെ കാണാൻ വരുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചൂട് കാരണം പോപ്പ് ജനങ്ങളെ കാണാൻ പുറത്തു വരാറില്ല. ഈ കാണുന്ന കസേര എല്ലാം അവർക്ക് ഇരിക്കാനുള്ളതാണ്. ഇവിടെ നിന്നാണ് പോപ്പ് ജനങ്ങളെ വിഷ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയാൽ നമ്മളാണെങ്കിൽ ആ പുറയിലത്തെ തൂണ് കാണുന്നില്ലേ? പക്ഷെ ഈ കല്ല് കയറി നിന്നാൽ നമുക്കത് ഒറ്റ ലൈനിലായിട്ട് കാണാൻ പറ്റും. ഈ സ്ക്വയറിൽ നിന്ന് നോക്കുമ്പോൾ ബസിലിക്ക ചെറുതായിട്ടല്ലേ നമുക്ക് കാണുന്നത്. പക്ഷെ അതിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഈ ബസിലിക്കയുടെ ഫ്രണ്ടിൽ 2 സ്റ്റാച്ചു ഉണ്ട്. അതൊന്ന് വിശുദ്ധ പത്രോസും മറ്റേത് വിശുദ്ധ പൗലോസുമാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പെട്ട ഏക ഒരു രാജ്യമാണ് വത്തിക്കാൻ. ബസിലിക്കയുടെ അകത്ത് കയറാനുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ല, കാരണം ഞങ്ങളുടെ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വേറെ വഴി കൂടെയാണ് ബസിലിക്കയിലോട്ട് കയറുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബസിലിക്കയാണിത്. 60,000 പേര് ഒരേ സമയം ഇതിൻ്റെ അകത്ത് കൊള്ളും. ഇതാണ് ഇവിടുത്തെ മെയിൻ അൾത്താര. വിശുദ്ധ പത്രോസിനെ അടക്കിയിരിക്കുന്ന ഇവിടെയാണ്. മാർപ്പാപ്പ വിശേഷ ദിവസങ്ങളിൽ ഇവിടെയാണ് കുർബാന ചെല്ലുന്നത്. മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ആൾക്കാർ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ അൾത്താരയുടെ ഡോമിന് 9 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. ഈ ബസിലിക്കയിൽ 45 അൾത്താരകളുണ്ട്. ഇവിടെ ചെറുതെന്ന് തോന്നുന്ന ശില്പം പോലും എന്നെക്കാൾ 2 ഇരട്ടി വലുതാണ്. മൈക്കലാഞ്ചലോയുടെ സിഗ്നേച്ചറുള്ള ലാ പിയാത്ത എന്ന ശില്പം ഇവിടെയാണ് ഉള്ളത്. മെയിൻ്റെനൻസ് വർക്ക് ആണ്, ഞങ്ങൾക്കത് എടുക്കാൻ പറ്റിയില്ല. 1963 മരണപ്പെട്ട ജോൺ 23 ഭൗതിക ശരീരമാണിത്. നമ്മൾ ബസിലിക്കയുടെ പുറത്തിറങ്ങുമ്പോൾ ഒരു വിശാലമായ ഫ്ലോറാണ് കാണുന്നത്. ഈ കഥക് ജൂബിലി വർഷം മാത്രമേ തുറക്കത്തുള്ളൂ. അതിൻ്റെ അടുത്ത വർഷമാണ്. അതുകൊണ്ടാണ് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പാപ്പാമാരുടെ ടോംബാണ്. 100-ലധികം പാപ്പാമാരെ ഇവിടെ അടക്കിയിട്ടുണ്ട്. സ്ലീവ്ലെസ് ഡ്രസ്, മിനി സ്കേർട്സ്, ഷോർട്സ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും വത്തിക്കാനിൽ അനുവദിക്കില്ല. ഇനി അഥവാ നമ്മൾ അതുകൂടി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ നമുക്കൊരു ഷോൾ തരും, നമുക്കത് വെച്ച് കവർ ചെയ്യാം. വത്തിക്കാൻ ഗ്രോട്ടോ എന്നാണ് ഈ നിലവറ അറിയപ്പെടുന്നത്. ഇതാണ് ബെനഡിക്ട് 16 ടോംബ്.
ഇവിടെയാണ് വിശുദ്ധ പത്രോസിനെ അടക്കിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് പോപ്പ് കുർബാന ചെല്ലുന്നത്. 100-150 ഓൾട്ടറുകളുണ്ട് ഇനി അങ്ങോട്ട്. പാപ്പാമാരുടെ കബറിടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങി വരുന്നത് പള്ളിയിലോട്ട് തന്നെയാണ്. കണ്ടാൽ തോന്നും പെയിൻറ്റിംഗ് ആണ്, പക്ഷേ ഈ പള്ളിക്കകത്തുള്ള ശില്പങ്ങൾ മുഴുവൻ മാർബിളും കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളാണ്. ഈ കാണുന്ന എല്ലാം കുമ്പസാരക്കൂടുകളാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇവിടുത്തെ തിരികൾ നമ്മൾ സാധാരണ കത്തിക്കുന്ന പോലെ ഇവിടെ കത്തിക്കുമല്ല. ഇവിടെ ആണെങ്കിൽ നമ്മൾ കോയിൻ ഇട്ടിട്ട് അതൊന്ന് തിരിച്ചാൽ അത് ഓണാവും. ഇതിൻ്റെ ഫ്ലോർ കണ്ടോ, ഫുൾ മാർബിളാണ്. ഓ, എന്ത് രസമല്ല കാണാൻ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബസിലിക്കയുടെ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇത് കണ്ടോ, ഈ വെള്ളമാണെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കും, ഇത് ഒരിക്കലും നിൽക്കത്തില്ല. ഇത് നല്ല തണുത്ത വെള്ളമായിരുന്നു, നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. ഇതാണ് സ്വിസ് ഗാർഡ്, ഇവരാണ് പോപ്പിന്റെ സെക്യൂരിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യം ഇവരുടേതാണ്. ഈ ഡ്രസ്സ് കാണാൻ നല്ല രസമില്ലേ? മൈക്കലാഞ്ചലോ ആണ് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. ഇതിന്റെ മേളിൽ കുറെ സ്റ്റാച്ചുകൾ കണ്ടില്ലേ? ഇതെല്ലാം ഓരോ വിശുദ്ധന്മാരുടെയാണ്. ഈ ബസിലിക്കയുടെ മുകളിലുള്ള സ്റ്റാച്ചുകൾ അത് 12 സ്ലീഹന്മാരുടെയാണ്. ഇതാണ് വത്തിക്കാൻ്റെ പോസ്റ്റ് ഓഫീസ്. ഗിഫ്റ്റ് ഷോപ്പുകളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പുതിയ അറിവുകൾ കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്ക് എന്തായാലും ഇത് പുതിയ അറിവുകളാണ്. ആദ്യമത്തെ മാർപ്പാപ്പ ആരാന്നറിയോ? അത് വിശുദ്ധ പത്രോസാണ്. വിശുദ്ധ പത്രോസിനെ വധിച്ചത് കുരിശിലേറ്റിയാണ്. ഈശോനെ വധിച്ച പോലെ എന്നെ വധിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തലകീഴായിട്ടാണ് കുരിശിലേറ്റിയത്. ഇനി നമുക്ക് വത്തിക്കാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. ആകെ 108 ഏക്കറാണ് വത്തിക്കാനുള്ളത്. 1000 താഴെയാണ് ജനസംഖ്യ. യൂറോ ആണ് കറൻസി. ഭാഷ ഇറ്റാലിയൻ. വത്തിക്കാന് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, റേഡിയോ ഒക്കെ ഉണ്ട്. ലോകത്തിലെ പവർഫുൾ രാജ്യത്തിന്റെ വിശേഷം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ വത്തിക്കാൻ സിറ്റി വ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇറ്റലി വ്ലോഗ് എന്തായാലും അവസാനിച്ചൊന്നുമില്ല, അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ഇറ്റലി വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്ക് ബൈ ബൈ.